ഒരു മയ്യത്ത് കൊണ്ടുവച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, കടം വീട്ടാൻ കഴിവുണ്ടായിട്ടും കടം വീട്ടാതെ മരിച്ചോയോനാണോ ഇവൻ? ആണ് റസൂലേ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം അങ്ങ് പുറത്തേക്ക് ഇറങ്ങും. സഹാബിക്ക് റസൂലേ നിസ്കരിക്കണില്ല? റസൂൽ പറയും ഞാൻ നിസ്കരിക്കൂല. ഈ ഒരൊറ്റ ചോദ്യം അല്ലാണ്ട് മരിച്ച വാപ്പാക്ക് വേണ്ടി മക്കളോട് പൊരുത്തം വാങ്ങാനോടൊന്നും അള്ളാഹ് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ മക്കൾക്ക് തോന്നുക മരിച്ചെടുക്കുന്ന വാപ്പ മരിച്ചാലാ ചിലർക്ക് സ്നേഹം കൊണ്ട് ഒഴുകുക. വാപ്പാക്ക് വേണ്ടി 10 ചാക്കരി, വാപ്പാന്റെ പേരിൽ യത്തീംഖാന കുരുചാക്കരി, വാപ്പാക്ക് വേണ്ടിയിട്ട് അത് നടത്തുക ഇത് നടത്തുക, വാപ്പാക്ക് വേണ്ടിയിട്ട് കരഞ്ഞിട്ട് സങ്കടം ചോദിക്കുക, കാണുന്നവരോടൊക്കെ പൊരുത്തം വാങ്ങുക. ഇത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ചെയ്യേണ്ടിയാ, അല്ലാണ്ട് മരിച്ചിട്ട് മക്കളെ ഏൽപ്പിക്കേണ്ടിയല്ല. അതുകൊണ്ടാ മരിക്കാൻ കിടക്കുന്ന ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ മരിക്കുന്നതിന്റെ 2 ദിവസം മുൻപ് മദീനത്തെ പള്ളിയിൽ വന്ന് പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാഹിനെക്കാളും വലിയ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? റസൂലുള്ളാഹിനെക്കാളും വലിയ തറവാടുള്ളവർ ഈ കൂട്ടത്തിലുണ്ടോ? റസൂലുള്ളാഹിനെക്കാളും വലിയ സൗന്ദര്യമുള്ളവർ ഈ കൂട്ടത്തിലുണ്ടോ? അള്ളാന്റെ പ്രവാചകനേക്കാൾ അള്ളാന്റെ അടുത്ത് വിലയുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ആ ലോകത്തിന്റെ റസൂലുള്ള മരിക്കുന്നതിന്റെ 2 ദിവസം മുൻപ് മദീനത്തെ പള്ളിയിൽ വന്നിട്ട് കരഞ്ഞോണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, അയ്യുഹന്നാസ് മൻ കുൻത ജലബത്തുലഹു ലഹറൻ ഫഹാദാ ലഹരി. തലകുനിച്ച് പെരടി കാണിച്ചു കൊടുത്തിട്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സഹാബത്തെ നിന്റെ നാവുകൊണ്ടോ നിന്റെ കൈകൊണ്ടോ നിങ്ങൾക്ക് എന്നോട് ഒരു അലോഗ്യം ഉണ്ടെങ്കിൽ അതിന്റെ പെരടിക്ക് ചവിട്ടിയാ നിങ്ങൾക്ക് തീരാൻ പറ്റുമെങ്കിൽ നിന്റെ പെരടി ഇതാ വന്നവർക്ക് ചവിട്ടിയിട്ട് ചവിട്ടിക്കൂട്ടാം. എന്റെ പെരടി തല്ലേണ്ടവർക്ക് എന്റെ മുതുകു നോക്കി നല്ല തല്ല് തല്ലാം. എന്നാലും നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. നമ്മൾ പറയൂല എന്നെ 2 തല്ല് വെച്ചാൽ എനിക്ക് എന്നോട് പൊരുത്തം തരുമെങ്കിലും ഇനി എന്നെ തച്ചടോന്ന്. അതേ വർത്താൻ അള്ളാന്റെ തിരുദൂതൻ പറയാ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കും, നബിയെ എന്ത് വർത്താനാ റസൂലേ, അങ്ങനെ ഉണ്ടോ പ്രവാചക? അള്ളാന്റെ തിരുദൂതൻ പറയും, ഉമറേ അള്ളാന്റെ മഹ്ശറയിൽ അള്ളാഹ് എന്റെ നിസ്കാരത്തിനും നോമ്പിനും വിലയിടാൻ വേണ്ടി എന്നെ ഒരുമിപ്പിച്ചു നിർത്തും. ആ സമയത്ത് അള്ളാഹ് അടിമകളോട് വിളിച്ചു പറയുന്ന ആരെങ്കിലും മുഹമ്മദിന്റെ നാവ് കൊണ്ടോ കൈകൊണ്ടോ അലോഗ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് നേരെ മറുഭാഗത്ത് വന്നിക്കണം. ആരെങ്കിലും മുഹമ്മദിനോടോ മുഹമ്മദ് ആരോടെങ്കിലോടോ അലോഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവര് മറുഭാഗത്ത് വന്നിക്കണം. അപ്പം മറുഭാഗത്ത് ആരെങ്കിലും വന്നു നിന്ന അള്ള പറയുന്ന എന്റെ നിസ്കാരവും നോമ്പോ കാടെ നിൽക്കട്ടെ, ഈ ആദ്യം ഓനോട് പൊരുത്തം വാങ്ങിയിട്ട് വാ. കൈമലർത്തിയിട്ട് അള്ളാന്റെ റസൂല് കരഞ്ഞോണ്ട് ചോദിക്കുന്നു, ഉമറേ അള്ളാന്റെ മഹ്ശറയിൽ എങ്ങനെയാ മോനെ പൊരുത്തം വാങ്ങുക? അത്ര ഗൗരവപ്പെട്ട വിഷയം അത്. നമ്മൾ എത്ര ആള് പൊരുത്തം വാങ്ങി? എത്ര ആൾക്കാർക്ക് അത് ചോദിക്കാൻ പറ്റി? എത്ര ആൾക്കാർ ഇപ്പൊ അത് ശരിയാക്കി നടക്കുന്നുണ്ട്? ഞാനിത് വെറുതെ പറയുന്നല്ല. ഞാൻ ഇതേ വിഷയം ഒരിക്കല് ഇതുപോലത്തെ ഒരു സദസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു വാപ്പ, ഒരു പ്രായമുള്ള വാപ്പ, വയസ്സനായ വാപ്പ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ നിങ്ങളോട് ആരോ ഈ വിഷയം ഇവിടെ പറയാൻ പറഞ്ഞാണോ? ഞാൻ പറഞ്ഞ അല്ല, എനിക്കും തോന്നി ഇന്നത്തെ മുസ്ലിം സമുദായം ബാക്കി എല്ലാത്തിലും ഉഷാറാ, നിസ്കാരവും നോമ്പും കൊടുക്കാനൊക്കെ എന്താ ഉഷാറ്, ദീനീ പ്രവർത്തനമൊക്കെ. പക്ഷെ കുടുംബക്കാരായിട്ട് നല്ല രസമല്ല, ഉമ്മയും വാപ്പയായിട്ട് പണക്കില്ല, മൂത്താപ്പയായിട്ട് പണക്കില്ല, അമ്മോച്ചനുമായിട്ട് പണക്കില്ല. ഇതൊക്കെ മനസ്സിലുണ്ടാനും പിന്നെ ആ ഇബാദത്തിന് അള്ള ഒരു വിലയിടൂല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പ്രസംഗിച്ചതെന്ന് പറഞ്ഞു. അയാളൊന്നും ഇണ്ടാതെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അന്ന് രാത്രി എനിക്ക് ദുബായിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് നിങ്ങളെ അറിയാല, നിങ്ങൾക്ക് ഇന്നേ അറിയാല, പക്ഷെ അൽഹംദുലില്ലാ എന്റെ വാപ്പാനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ്. എന്റെ വാപ്പ നല്ലൊരു മനുഷ്യനാണ്, സുബൈക്ക് പള്ളിയിൽ പോകും, ഞാൻ നാട്ടിൽ പോയാൽ ഇന്നെ എന്റെ പേരക്കുട്ടികളെയും കൂട്ടിയിട്ടേ വാപ്പ പള്ളിക്ക് പോകും, നേരത്തെ പള്ളിയിൽ പോയി മോട്ടർ ഇടും, പള്ളിയിലുള്ള എല്ലാം വൃത്തിയാക്കൽ വാപ്പയാ, സുബൈ ബാങ്ക് വാപ്പയാ, ഓരോ വക്തിനും എന്ത് തിരക്കാണെങ്കിലും വാപ്പ പള്ളിക്ക് പോകും. ഉള്ളത് വാപ്പ ആളുകൾക്ക് സഹായിക്കുകയും ചെയ്യും. പക്ഷെ എന്റെ വാപ്പാനെ പറ്റി എനിക്ക് ഒരൊറ്റ സങ്കടം ഉള്ളതിനും, വാപ്പയും മൂത്താപ്പയും തമ്മിൽ പിണക്കില 9 കൊല്ലായിട്ട്. ഇന്ന് നിങ്ങൾ ആ പ്രസംഗം പറഞ്ഞതുകൊണ്ടാവാം വാപ്പ പള്ളിയിൽ നിന്ന് നേരെ പോയത് മൂത്താപ്പാന്റെ അടുത്തേക്കാണ്. ഈ ശനിയാഴ്ച ഒരു വ്യാഴാഴ്ച ഞാൻ പോണ്, ഈ ശനിയാഴ്ചത്തേക്ക് മൂത്താപ്പാനെ നോമ്പുറ ക്ഷണിച്ചിട്ടാ വാപ്പ വന്ന്. അത് കേട്ടപ്പോ എനിക്ക് അൽഹംദുലില്ലാ നിങ്ങളെ വിളിക്കണം എന്ന് തോന്നി വിളിച്ചതാ. അതും കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ ഞാൻ സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു 8:30 മണിക്ക് അതേ മകൻ പിന്നെയും വിളിച്ചു. ആദ്യം കുറെ കരഞ്ഞിട്ട് കണ്ണീരോടെ പറഞ്ഞു, ഉസ്താദേ എനിക്കൊരു സന്തോഷമുണ്ട് ഒരു സങ്കടമുണ്ട്. സന്തോഷം എന്ന് പറയാൻ ശനിയാഴ്ച മൂത്താപ്പയും മക്കളും വന്നു, നോമ്പൊക്കെ തുറന്നു, അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ഞങ്ങളെ ക്ഷണിച്ചതാ, ഞാൻ അപ്പോഴേക്ക് നാട്ടിലേക്ക് എത്താന്ന് വാക്കും കൊടുത്തതാ. പക്ഷെ ഇന്ന് രാവിലെ അത്താഴം കഴിക്കാൻ വേണ്ടി ഉമ്മ ചെന്ന് വിളിച്ചു നോക്കുമ്പം വാപ്പ തണുത്ത് കിടക്കുക, വാപ്പ മരിച്ചിട്ടുണ്ട്, 12 മണിക്കാണ് മയ്യത്തസ്കാരം എന്നും പറഞ്ഞ് ആ മകൻ ഫോൺ വെച്ച്. എന്നിട്ട് ആ മകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദേ എനിക്കെന്റെ വാപ്പാനെ പറ്റി എന്തോ സന്തോഷം തോന്നിപ്പോ. വാപ്പ മരിച്ചാലും എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം എന്താ, വാപ്പയ്ക്ക് ഞാൻ കണ്ട ആകെ ഒരു കുറവ് എന്റെ വാപ്പയും മൂത്താപ്പയും തമ്മിലുള്ള പണക്കായിരുന്നു. അത് നന്നായിട്ടാ വാപ്പ പോയത് എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് എന്തോ സമാധാനം തോന്നുന്നുണ്ട്. അത് നമ്മളെ നേരെ ഒന്ന് ചിന്തിച്ചു നോക്കി.
നമ്മൾ അഥവാ ഇന്ന് പുലർച്ചെയാ മരിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രിയാ മരിക്കുന്നതെങ്കിൽ, ഈ തിരിച്ചുള്ള യാത്രക്കിടയിലാണ് ലക്ഷ്യം തെറ്റി വന്നൊരു വാഹനം നമ്മൾ ഇടിച്ചു തെറിപ്പിച്ചതെങ്കിൽ, ഒരു പൊരുത്തം പോലും ചോദിക്കാൻ സമയം കിട്ടാതെ മരിക്കുമ്പോൾ പിന്നെന്തിനാ മനുഷ്യന്മാരെ ഈ പട്ടിണി? പിന്നെന്തിനാ ഈ നിസ്കാരവും നോമ്പും ഒക്കെ? അള്ളാഹ്ക്ക് വേണ്ടാന്ന് അള്ള പറഞ്ഞേ. ആൾക്കാർക്ക് മരിക്കുന്നത് വരെ ഒന്ന് കുടുംബബന്ധം നന്നാക്കാൻ മടിയാ. ന്യായം എന്റെ പക്ഷത്താ, പിന്നെ ഞാനെന്തിനാ തോൽക്കുന്നതെന്നല്ല. പടച്ചോനെ, ഞാനങ്ങ് തോറ്റേട്ടെ, ഞാനങ്ങ് ചെല്ലട്ടെ, എന്റെ ഭാഗം ശരിയാവട്ടെ. ഭർത്താക്കന്മാരോട് പറയണം ഭാര്യമാര്, ദാ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ പോണം. അല്ലാണ്ട് എന്ത് പറഞ്ഞു കൊടുക്കരുത്, നിങ്ങൾ പോകണ്ടട്ടോ. അങ്ങനെ വിളിക്കുമ്പോഴേക്ക് പായാൻ നിൽക്കുക, നിങ്ങൾ പോകാൻ നിൽക്കണ്ടട്ടോ, നിങ്ങൾക്കും ഇല്ലൊരു വില. ഇത് പറഞ്ഞിട്ട് ആ കുടുംബത്തിൽ ആൾക്കാർ തമ്മ പണിക്കുക. അങ്ങനെ പോണം. ഇനി വിളിച്ചിട്ടില്ലെങ്കിലും ചെല്ലണം, കൈ പിടിക്കണം, സലാം പറയണം. നമ്മൾ നമ്മളെ ഭാഗം ശരിയാക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള മറ്റൊരു അനുഭവമാണ്. ഉംറക്ക് അമീറായിട്ട് പോകാറുണ്ട് ഞാൻ. ഒരു ദിവസം ഹറമിലെത്തിയപ്പോൾ, നിങ്ങൾ കേട്ടതായിരിക്കും, ഹറമിലെത്തിയപ്പോൾ ഒരു മകൻ പറഞ്ഞിട്ട് വന്നു, സാറേ നിങ്ങളെ കൂടെ എൻ്റെ അമ്മ ഉണ്ട്, ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചു, ആരാ? ഇന്ന് അമ്മയാ. ഞാൻ പറഞ്ഞ അമ്മ പോയല്ലോ. കാരണം മക്കയിലെത്തിയ ഉടനെ ഉംറ കഴിഞ്ഞിട്ട് ഉമ്മ പറഞ്ഞെങ്കിൽ പാസ്പോർട്ട് വേണം സാറേ. എന്തിനാ? എൻ്റെ മോളുണ്ട് ജിദ്ദയിൽ, എനിക്ക് അവിടെ പോകണം. ഞാൻ കൊടുത്തു. ഉമ്മ 2 ദിവസം മോളെടുത്ത് പോയി വന്നതാ. ആ അമ്മാനെ പറ്റിയാ ഈ മോൻ പറയുന്നത്, ഉമ്മ എൻ്റെ അടുത്തേക്ക് വന്നില്ല. ഞാൻ പറഞ്ഞു ഉമ്മ വന്നല്ലോ. മോൻ പറഞ്ഞു പെങ്ങളുടെ അടുത്തേക്കാ പോയത്, എൻ്റെ അടുത്തേക്ക് വന്നില്ല. ഞാൻ ചോദിച്ചു അതെന്തി? ഒന്നുമില്ല, ഞാൻ ആയ കാലത്തെ പഠിച്ച് എനിക്ക് അത്യാവശ്യം നല്ലതെന്ന് തോന്നിയപ്പോൾ ഞാൻ ആദ്യം ഉമ്മാനോട് പറഞ്ഞു, പാവപ്പെട്ട ഒരു കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കും ഉമ്മ. അവസാനം ആരൊക്കെയോ തടഞ്ഞിട്ടും ഞാൻ അങ്ങനത്തെ ഒരു കുട്ടീനെ, വാപ്പല്ലാത്ത ഒരു കുട്ടീനെ കണ്ടുവെച്ച് ഞാൻ ഓളെ കല്യാണവും കഴിച്ച്. അതും കുടുംബക്കാർക്കാർക്കും ഇഷ്ടമായില്ല. പിന്നെ കല്യാണത്തിന്റെ അന്ന് ഞാൻ ഓളെ പർദ്ദ കൊണ്ടുവന്നത്. അതൊന്നും ഞമ്മക്ക് ദഹിക്കൂലെന്ന്. നമ്മൾ വലിയ മുജാഹിദീങ്ങളും മുത്തക്കീങ്ങളുമാ. കല്യാണത്തിന്റെ അന്ന് നമുക്ക് 15,000 കാഞ്ചീപുരം സാരി എന്നെ ഉടുപ്പിക്കണം. അത് ഉടുപ്പിക്കാൻ പെടുന്ന 10 ആള് പോകണം. കോഴിക്കോട്ട് നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകണം. എന്നിട്ട് ഇപ്പൊ ഉസ്താദുമാരെ വിളിച്ചിട്ട് ചോദ്യം എന്താണെന്നറിയോ? സ്വാലിഹായ അമ്മമാരുടെ ചോദ്യം, ചില സ്വാലിഹായ വാപ്പാരുടെ ചോദ്യം. ഉസ്താദേ, നമ്മൾ നെറ്റ് ഇട്ടിട്ട് അതിന്റെ അടി മേലെയാണല്ലോ തട്ടിടുക. അപ്പൊ നെറ്റിന്റെ അടിയിൽ നമ്മൾ മഫ്ത ഇടുമല്ലോ, ആ മഫ്തന്റെ ഉള്ളിൽ നമ്മൾക്ക് മുല്ലപ്പൂ വെക്കുന്നതിന് ഇസ്ലാമികപരമായിട്ട് തെറ്റുണ്ടോ എന്നാ ചോദ്യം. അത്ര കുശാഗ്രതയാണ് നമുക്ക്. കുറ്റായിട്ടല്ല ഞാൻ പറയുന്നത്, അത്രയാണ് നമ്മളെ ചിന്ത. ആ ഒരൊറ്റ ദിവസത്തേക്ക് 18,000 20,000 വാങ്ങിയ സാരി ഇപ്പോഴും ഉണ്ട് കല്യാണ പെണ്ണിന്റെ അലമാരയില്. ഏതെങ്കിലും ഒരു വാപ്പാന്റെ നെഞ്ചു പടഞ്ഞോ ആ 10 ഉറുപ്പ്യ നഷ്ടേന്? ഒരൊറ്റ ദിവസത്തെ 1.5 മണിക്കൂറിന് ഇടാൻ വെച്ച മുതലിന് ഇപ്പോഴും പവർ കാണിച്ചിട്ട് അത് അലമാരയിൽ വെക്കുമ്പോ വാങ്ങിക്കൊടുത്ത വാപ്പാരെ ഒരു നിമിഷമെങ്കിലും അതിനാലോചിച്ചിട്ട് കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക്? അത് ഉടുപ്പിച്ചു കൊണ്ടുവന്ന അമ്മാരെ ഒരു നിമിഷം ആലോചിച്ച് കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക്? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിസർജിക്കാൻ കാഷ്ടിക്കാൻ കാത്തു നിൽക്കുന്ന ഒട്ടകത്തിന്റെ വിസർജ്യ ഭാഗത്ത് വാവച്ച് കാത്തിരുന്ന് ചാണകുണക്കി തിന്നുന്നവരില്ലേ ഈ ലോകത്ത്? ഇപ്പോഴും എച്ചില് പാത്രങ്ങളിൽ നക്കി തുടയ്ക്കുന്നവരില്ലേ? ഇപ്പോഴും വാപ്പാക്ക് പണമില്ലാത്തതിന്റെ പേരിൽ ആശുപത്രിയില് അല്ലെങ്കിൽ ജീവിതത്തില് കല്യാണം നടക്കാതെ സങ്കടപ്പെട്ട് ജീവിക്കുന്ന പെൺകുട്ടികളില്ലേ? ചോർന്നൊലിക്കുന്ന കൂരന്റെ കീഴില് പൈതലിനെ മഴ നനയാതെ വെപ്രാളപ്പെടുന്നവരില്ലേ? ഓപ്പറേഷന് വേണ്ടി പണം തികയാത്തതിന്റെ പേരിൽ പൂർണ്ണമായും അന്ധനായി പോയ ആളുകളില്ലേ ഈ നാട്ടില്? അവരൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ 10,000-20,000 സാരി നമ്മളെ അലമാരെ കിടക്കുന്നത്. പടച്ചോൻ വെറുതെ വിടൂലട്ടോ, ആലോചിച്ചോളേണ്ടി. ഇത് വെറുതെ പറയുന്നതല്ല. ആ ഉമ്മ ഈ മകനോടുള്ള പിണക്കം അന്ന് തുടങ്ങിയതാ. പിന്നെ അതുമല്ല മെയിനായിട്ട് പിണങ്ങാൻ കാരണം. ഓൻ പറയാ, ഉസ്താദേ ഞാനൊരു പുരണ്ടാക്കാൻ വിചാരിച്ച് വീടുണ്ടാക്കുന്ന അന്ന് മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുടുംബക്കാരോടൊക്കെ, ഈ പുര എൻ്റെ അധ്വാനം ആണെങ്കിൽ ആ പുരയിലേക്കുള്ള സാധനവും ഞാൻ തന്നെ വാങ്ങും, നിങ്ങൾ മാമൂലും പറഞ്ഞ ആരെ കൊണ്ടൊന്നും കൊണ്ടുവരിക്കരുത് കിട്ടോന്ന്. അവസാനം ഓൻ പരന്റെ പണി കഴിഞ്ഞ് നാട്ടിൽ വന്ന് നോക്കുമ്പോൾ പുരയിൽ ഒരു ഫ്രിഡ്ജും ഒരു കട്ടിലും ഒരു ഡൈനിങ് ടേബിളും. ഓൻ ചോദിച്ചു, ഉമ്മ അത് ആരാ കൊണ്ടുവന്ന്? ഉമ്മ പറഞ്ഞ പോലെ എൻ്റെ ഓളമ്മ. ഉമ്മ ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഒരു സൂചന പോലും കൊടുക്കരുത്, ഞാൻ വാങ്ങിക്കോളാന്ന്. അത് നമ്മൾ പറഞ്ഞിട്ടൊന്നല്ല, ഒരു കൊണ്ടുവന്നതാണ് പറഞ്ഞു. പക്ഷെ സംഭവം എന്താന്ന് വെച്ചാൽ ആ അമ്മ ഓളെ കാണാൻ വന്നപ്പോ ഈ ഉമ്മ പറഞ്ഞ പോലെ എന്ത്, ഇഞ്ച മൂത്തോക്ക് ഞാൻ കൊടുത്തേക്ക്, ഇഞ്ച ഇളയോക്കും ഞാൻ കൊടുത്തേക്ക്. അങ്ങനെയാണല്ലോ കൊള്ളിക്കുക. ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെയാ. നമ്മളെ പെൺകുട്ടിയൊക്കെ നമ്മളെന്തെങ്കിലും കൊടുക്കും, നമ്മളെ പെൺകുട്ടിയാന്ന് കരുതിയിട്ട്. അങ്ങനെ കേട്ടപ്പം മാനാഭിമാനമുള്ള ഏത് ഉമ്മാക്കാ നെഞ്ചു പടയാതിക്ക? ആ അമ്മ ഉള്ളത് കടം വാങ്ങിയിട്ടും ആ മോളെ വീട്ടിലേക്ക് സാധനം കൊണ്ടുവന്നതാണ്. ഇതറിഞ്ഞ ഓൻ അതിന്റെ പൈസ അപ്പൊ തന്നെ ആ ഉമ്മ കൊണ്ട കൊടുത്തു. അന്ന് ഉമ്മ ഒരു ശബ്ദം എടുത്തു, ഇനി എന്റെ പൊരുക്കാൻ കയറൂല. എന്നിട്ട് ഹറമിൽ വന്നിട്ട് ആ മോൻ വിളിച്ചിട്ട് ഉമ്മ പോണില്ല. ഇവിടെ ആരാ കുറ്റക്കാരി? അങ്ങനത്തെ ഉമ്മാരെ നല്ലോണം പൊലിപ്പിച്ചു നോക്കണം എന്ന് ഇസ്ലാം പറഞ്ഞില്ല കേട്ടോ. എന്നൊക്കെ ഇങ്ങോട്ട് എന്ത് തോന്നിയാലും ശരി, മാമൂലും നാട്ടാചാരവും വിടാതെ കിബറും നോക്കി നടക്കുന്ന അമ്മാരെയും വാപ്പാരെയും നോക്കണമെന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. മക്കൾ നോക്കുന്നില്ല എന്നുള്ള കാരണം പറയുന്നതിന് മുൻപ് മക്കളോട് ദീനീച്ചിട്ടയിൽ അങ്ങോട്ട് പെരുമാറിയോ എന്ന് ചിന്തിച്ചാലേ എമ്മാക്കും വാപ്പാക്കും അതിനുള്ള അർഹത ഉള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതൻ ആ കാര്യം പഠിപ്പിച്ച് ഓർമ്മപ്പെടുത്തിയതും. ഞാനിത് സാന്ദർഭികമായിട്ട് പറഞ്ഞത് മാത്രം, ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം.
അത്രമാത്രം പിണക്ക നമ്മളിൽ പലരും. നമ്മൾ എത്ര ആളുകൾ ശരിയായി. ഇനി പോട്ടെ, ഇന്ന് ഏതാ ദിവസം? ഞായറാഴ്ച. നാളെ തിങ്കളാണ്. തിങ്കളും വ്യാഴവുമാണ് നമ്മളെ അമല് അള്ളാന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. അള്ളാന്റെ അടുത്തേക്ക് മലക്കൾ കൊണ്ടുപോകാൻ കാത്തു നിൽക്കുക. പക്ഷേ ചില അടിമകളുടേത് അള്ള കൊണ്ടുപോകാൻ സമ്മതിക്കൂല. മലക്കൾ കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ആകാശത്തിന്റെ കവാടം പടച്ചോൻ തുറന്നു കൊടുക്കൂല. കൊണ്ടുപോയ മലക്കുകൾ അള്ളാനോട് പറയും, പടച്ചോനെ, ഫറോക്കില് ഇത്രക്ക് ദീനീച്ചിട്ടയിൽ ജീവിക്കുന്ന ഒരു കുടുംബം വേറല്ല. നിസ്കരിക്കാനോല് വരും, നോമ്പോല് നോൽക്കും, തറാവിക്കോല് വരും, ആര് ചോദിച്ചാലും 10 100 കൊടുക്കും, ഖുർആൻ എത്രയോ തവണ ഒരു കഥമ ഓതിയിട്ടുണ്ട്. എന്നിട്ടും ഇവരുടെ ഇബാദത്തൊന്നും എനക്ക് വേണ്ടാന്ന് പറഞ്ഞ എന്തുകൊണ്ടാ റബ്ബേ? അല്ല പറയും, കദിപ്ത, കള്ളനാണോ? മലക്കുകൾ അത്ഭുതത്തോട് ചോദിക്കും, നാദാ കള്ളനോ? അള്ളാന്റെ കൽപ്പന വരും, ഓൻ കുടുംബബന്ധം മുറിച്ചോനാ, കുടുംബബന്ധം മുറിച്ചോനാ, ഓന്റെ ഒരമലും എനിക്ക് വേണ്ട, അത് ഓനെ എന്നെ തിരിച്ചു കൊടുക്കി, ഞാൻ ഇതിന് വിലടൂല. അത്ര ഗൗരവപ്പെട്ടൊരു വിഷയ ബന്ധങ്ങള്. ആ ബന്ധം നമ്മളുടെ ജീവിതത്തിൽ നശിക്കുകയോ അകലുകയോ ചെയ്താൽ ഉറപ്പിച്ചോളി, അതൊരൊറ്റ കാരണത്തിന്റെ പേരിൽ അള്ളാന്റെ കോടതിയിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ബന്ധമാണ് ഞാനീ പറഞ്ഞ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഇന്ന് ബന്ധങ്ങളൊക്കെ അകന്നുകൊണ്ടിരിക്കുക. ഈ ഉമ്മാക്കും വാപ്പാക്കും ഒക്കെ പേടിയാ, സ്വന്തം മക്കൾ നോക്കുമെന്നുള്ള പേടി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. ഇപ്പം നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കി. ഞാൻ എൻ്റെ ഭാര്യനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കലുണ്ട്, ഞാൻ ഇല്ലാണ്ടായി എന്താക്കും? അപ്പോഴേക്കോട് കരയാൻ തുടങ്ങും. അതേമാതിരി ഓൾ എന്നോടും ചോദിക്കും, ഞാൻ ഇല്ലാണ്ടായി നിങ്ങളെന്താക്കും മക്കളെയും കൊണ്ടുവച്ച്? അപ്പോഴേക്ക് എനിക്കും ബേജാറ് വരും. ഇത് നിസ്സഹായമായ ഒരു വാർദ്ധക്യത്തിലാണ് സംഭവിക്കുന്നതെങ്കിലോ ആരും ഇല്ലാണ്ടായി പോണ്. നോക്കുന്ന പ്രതീക്ഷ വെച്ച് ഒരായുസ് മുഴുവൻ വളർത്തിക്കൊണ്ടുവന്ന മക്കള് അവരെ ഭാര്യയും മക്കളെയും നോക്കിയിട്ട് ജീവിക്കുമ്പോൾ നമുക്കൊരു വിലയും തരാതിരുന്നാൽ ഏത് മനസ്സാ മനുഷ്യരെ പടയാണ്ടിക്കുക? ഏതുമ്മാന്റെയും അപ്പാന്റെയും ആ കണ്ണ് നിറയാണ്ടിക്കുക? ആ കണ്ണിൽ ഒരു പൊടി തുള്ളി കണ്ണുനീര് മതി അള്ളാന്റെ അടുത്ത് ഒരു ആയുസ് മുഴുവൻ നമ്മൾ അള്ളാന്റെ ശത്രുക്കളാവാനും ശാപം കിട്ടാനും. അതുകൊണ്ടാ അള്ളാഹുവിന്റെ തിരുദൂതൻ ആവർത്തിച്ച് പഠിപ്പിച്ചതും, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ഉമ്മനെയും വാപ്പനെയും നല്ല നിലക്ക് നോക്കണം. ആ ബന്ധങ്ങളൊന്നും നിങ്ങൾ നശിപ്പിക്കരുത്. ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ പവറും അനുഗ്രഹങ്ങളും ആ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടാ. അവര് പ്രാർത്ഥിക്കുന്ന മാതിരി ലോകത്തൊരാളും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവൂല. അവര് തേടിയതുപോലെ. കാരണം എന്താണെന്നറിയോ? ഒരു വാപ്പയമ്മയാകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഞാനിപ്പോ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയലും, പഠിച്ചോനെ, എൻ്റെ മക്കളൊക്കെ ഒരു നല്ല നിലക്കെത്തിയിട്ട് ഇന്നെ മരിപ്പിക്കാവുക എന്നാ. അതെന്തുകൊണ്ടാണെന്നറിയാവോ? കണ്ടവന്റെ അടുക്കളയിലൂടെ കണ്ടവര് കൊടുക്കുന്നത് തെണ്ടി ജീവിക്കേണ്ടി വരുന്ന ഒരു യത്തീമക്കളായി പോയാ പിന്നെ എൻ്റെ മക്കൾക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാവൂല പഠിച്ചോനെ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാ എല്ലാ മക്കളെയും ഉമ്മയും വാപ്പയും ജീവിപ്പിക്കുന്നത്. അങ്ങനെ കൊണ്ടുവരിക. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഈ നടത്തുന്ന ഒരുപാട് യാത്രക്കിടയിൽ അള്ള എന്നെ കാക്കുന്നത് പോലും ഞാൻ വരുന്നത് വരെ രാത്രി കാത്തിരുന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യക്കും മക്കൾക്കും കാവലിരുന്ന് അവസാനം നട്ടപ്പാതിരക്ക് സ്വന്തം തറവാട്ടിലേക്ക് നടന്നു പോകുന്ന എൻ്റെ ഉമ്മാന്റെ നാവാന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. ഒരായുസ് മുഴുവൻ ബസ്സിൽ ജോലി ചെയ്ത് ത്യാഗം സഹിച്ച് ഞങ്ങൾ 6 പേരെ പോറ്റാൻ വേണ്ടി കണ്ണീരോടെ സങ്കടം സഹിച്ച് ആരെ അറിയിക്കാണ്ട് പോറ്റിക്കൊണ്ടുവന്ന വാപ്പാനെ നോക്കുമ്പോൾ എനിക്ക് ഉറപ്പാ അവരുടെ മനസ്സായിരിക്കും നമ്മളെ ആയുസ് നിലനിർത്തുന്നത്. പക്ഷെ ഇന്ന് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും ആർക്കും ഉമ്മയും വാപ്പയും വേണ്ട, തിരക്കായി, നോക്കാൻ നേരല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉമ്മാനെയും വാപ്പാനെയും ചെന്ന് കണ്ട് കൈ പിടിക്കാൻ ആർക്കും നേരല്ല. എല്ലാവർക്കും നേരം ഉണ്ടാകുമല്ലോ മരിക്കുമ്പോഴാ. അന്ന് ആർക്കും ഒരു നേരക്കുറവും ഉണ്ടാവില്ല. കാരണം എന്താ? അന്ന് ആളെ കാണിക്കാൻ വരും, തലക്കുംഭാഗത്ത് കുത്തിരിക്കും, മയ്യത്തൊക്കെ കൊണ്ടുപോകും, പുരയിൽ സജീവാകും, പിറ്റേന്ന് വരെ അവിടെ കുത്തിരിക്കും. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം നിശ്ചയിച്ചിട്ട് നമ്മൾ പോകും. എന്തിന്? മരിച്ച വാപ്പാന്റെ വീതം സ്വത്ത് വീതം വെക്കാൻ. അത് ഉറപ്പ് വരുത്തിയിട്ടാ ചിലർ മടങ്ങുക. ആ ഒരു മാതാപിതാക്കളെ അവരുമായിട്ടുള്ള ബന്ധം എത്ര നല്ല നിലയിലാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത്. മരുക്കളോട് പറയട്ടെ, ഭർത്താവിന്റെ അമ്മയും വാപ്പയും അമ്മോശനും അമ്മായിയും അല്ല, അല്ലെങ്കിൽ ഭാര്യന്റെ അമ്മയും വാപ്പയും അമ്മോശനും അമ്മായിയും അല്ല, സ്വന്തം അമ്മയും വാപ്പയും. ഇസ്ലാമിൽ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട പവിത്ര ബന്ധമാണ് കെട്ടിയ പെണ്ണിന്റെ അമ്മയും വാപ്പയും കെട്ടിയ ആണിന്റെ അമ്മയും വാപ്പയും. അതുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുക. ഇന്ന് നമ്മളെ തിരക്ക് ഉമ്മ ഒന്ന് കാണണം എന്ന് ആഗ്രഹം പറഞ്ഞ ചില മക്കൾ തിരിച്ചങ്ങോട്ട് പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാ? അലക്കാനുണ്ട്, തിരുമ്പാനുണ്ട്, മക്കൾക്ക് ട്യൂഷന് പോകാനുണ്ട്, പിന്നെ പൊരയൊന്ന് അടിച്ച് വൃത്തിയാക്കണം എന്നുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഉമ്മ എൻ്റെ തിരക്ക്. ഇനി ആണിനോടാണ് പറയുന്നതെങ്കിൽ ഓൻ പറയും, ഉമ്മ നിങ്ങൾക്ക് എൻ്റെ തിരക്ക് അറിഞ്ഞൂടെ, പോകണം, വാങ്ങണം, അധ്വാനിക്കണം, ചെലവാക്കണം, കൊണ്ടുവരണം, അങ്ങോട്ട് പോകാണ്ട് ഇങ്ങോട്ട് പോകാണ്ട് ഒന്ന് പുറത്തിറങ്ങണം എന്ന് തോന്നിയാൽ പോലും പറ്റണില്ലമ്മ എന്ന് പറയും.
ആ തിരക്കൊക്കെ ഒയ്യുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് ബോധ്യപ്പെടും അതെപ്പോഴാ നമ്മളെ തിരക്കൊക്കെ തീർന്ന് നമ്മളെ മക്കള് നമ്മളെ നോക്കാതിരിക്കുമ്പോൾ. അന്ന് നമുക്ക് ബോധ്യപ്പെടും ആ തിരക്കിന്റെ ഇടയിൽ ഒരു മിനിറ്റ് മാക്കും പാപ്പാക്കും കൊടുത്തീനെ അതെത്ര അവർക്ക് സന്തോഷം ഉണ്ടാകുകയോ അതുപോലെ എൻ്റെ മക്കൾ ഇപ്പം എനിക്കൊരു മിനിറ്റ് തന്നീനെ എനിക്ക് സന്തോഷം ഉണ്ടാവില്ല. അതിനാണ് അന്നുണ്ടാകുന്ന ആ കുറ്റബോധവും നീറലും ഉണ്ടല്ലോ, അത് മരിച്ചാലേ നമ്മളെ വിട്ടുപോകും.